വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബൈർ. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്നത്തെയും പോലെ 4:45 എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രഷ് ആവലും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് ഞാനൊരു 6:15 ആയപ്പോഴാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുവരെ ആപ്പൂനും തമ്മിക്കും എക്സാമാണ് കേട്ടോ സ്കൂളിൽ. അപ്പോൾ ആപ്പൂൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഒന്ന് സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് അത്രയും നേരം അവൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ കടല കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നും അടുക്കളയിലേക്ക് ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന ജോലി തന്നെയാണ് കേട്ടോ. ആദ്യം ചെയ്യുന്നത് പാത്രം കഴുകി വെച്ച് തലേ ദിവസം കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കലാണ്. എന്നാൽ മാത്രമേ അടുത്ത നമ്മൾ ജോലികളൊക്കെ തുടങ്ങുന്ന സമയത്ത് അപ്പോൾ ഉള്ള പാത്രങ്ങൾ കഴുകി ഒതുക്കി വെക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ പാത്രങ്ങളെല്ലാം ഒന്ന് ഒതുക്കി വെക്കലാണ്. ഇന്നും രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് സ്ലാബൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് പോവുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ. രാവിലെ തന്നെ നമുക്ക് ജോലികളെല്ലാം പെട്ടെന്ന് തീർക്കാൻ നല്ലൊരു ഉഷാറുമായിരിക്കും. തലേ ദിവസം നമ്മൾ പാത്രങ്ങളൊന്നും കഴുകാതെ ബേസിനിലിട്ട് ഒതുക്കി പെറുക്കി വെക്കാതെയൊക്കെ പോകുന്നെങ്കിൽ രാവിലെ എണീറ്റ് അടുക്കളയിൽ വരുന്ന സമയത്ത് ആകെ ഒരു മൂഡ് ഓഫ് ആയിരിക്കും കേട്ടോ. നമുക്ക് ആ ഒരു ജോലി ചെയ്യാനൊന്നും ഒരു ഉഷാറും ഉണ്ടാവില്ല. അതുകൊണ്ട് തലേ ദിവസം നിങ്ങൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയിലെ സ്ലാബൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് നമ്മൾ പോയി നോക്കുക കേട്ടോ. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു മാറ്റം മനസ്സിലാവും കേട്ടോ. അപ്പം ഞാൻ ആ ഒരു തലേദിവസം കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം രാവിലെ തന്നെ കുടിക്കാനുള്ള വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. തലേദിവസം അധികം വെച്ച് വെക്കാറുണ്ട്. ഇനിയിപ്പോൾ അത് തികയാതെ വരികയാണെങ്കിൽ രാവിലെ വെക്കാറാണ്. അപ്പോൾ അതും വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിതാ കടലക്കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറിയോ അപ്പമാണ് കേട്ടോ, വെള്ളയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം തന്നെ കടല ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കടല നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പുപൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 6-7 വിസിൽ വേണ്ടി വരും. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ വറുത്തരച്ചിട്ടാണ് കടലക്കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് വേവിക്കാൻ വെച്ച സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളിയും 1 സ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് പെരുംജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഓയിൽ ബോട്ടിൽ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. ഞാനിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർക്ക് ലിങ്കും ഞാനതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു ഐറ്റമാണ് കേട്ടോ, ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലൊക്കെ ഇപ്പം ഈ ഒരു ബോട്ടിലിനും അല്ലാതെ ഒരുപാട് ഐറ്റംസിന് ഓഫറുകളുണ്ട്. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ വറുക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടി. ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് ചായക്കുള്ള പാലും വെള്ളം കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടിയും ഈ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ചായക്കുള്ള പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 2 രീതിയിലാണ് ചായ വെക്കാറുള്ളത്. ഇതുപോലെ പാലും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും. എന്നിട്ട് സുബൈർക്കാക്ക് ഈ ഒരു രീതിയിൽ ചായ വെക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. കടകളിൽ നിന്നൊക്കെ നമ്മൾ പൊടിച്ചായ വാങ്ങൂലേ, ഗ്ലാസ്സിലേക്ക് പൊടിയും പഞ്ചസാരയും ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ടിട്ട് അതിലേക്ക് പാലും വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സുബൈർക്കാക്ക് അങ്ങനെയാണ് വെച്ച് കൊടുക്കാറുള്ളത്. ഇപ്പം രാവിലെ സുബൈർക്ക കളിക്കാൻ പോയതുകൊണ്ട് രാവിലെ ചായ അധികം കുടിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള ചായയാണ് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പം ഇതിൽ ഞാൻ ഈ ഒരു സ്പൂൺ ഇട്ട് കൊടുത്ത് എന്തിനാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം അഥവാ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ളമൊക്കെ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പുറത്തേക്ക് പോവില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ തേങ്ങയൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരക്കുന്നതിലേക്ക് ഞാൻ കുറച്ച് കടല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറി കുറച്ച് കട്ടിയിൽ വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ അരപ്പിനെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കടല ഉണ്ടല്ലോ, അത് ആ ഒരു വെള്ളത്തോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കറി ഇവിടുന്ന് ആവട്ടെ. ആ ഒരു സമയം കൊണ്ട് അപ്പോഴുള്ള പാത്രങ്ങളൊക്കെ നമുക്കൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. അപ്പം ഞാൻ എന്നും ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഞാൻ ഈ ഒരു കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ പാത്രങ്ങൾ ആവുന്ന കഴുകി വെക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ അവസാനം നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പം ഞാൻ ആ ഒരു കറിയൊക്കെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പാത്രങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെക്കലാണ് കേട്ടോ. ഇനിതാ ഈ ഒരു സമയം കൊണ്ട് കറിയൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ താളിച്ചെടുക്കുന്ന സമയത്ത് കടുകും അതിലെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലൊരു അടപ്പ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ചുറ്റിലും തെറിക്കൂല. അപ്പം ഞാനിതാ കടുകൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2-3 ഉണക്കമുളക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് അതിലേക്ക് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് താളിച്ചൊഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് കറിയിലേക്കായാലും കടുക് പൊട്ടിച്ച് താളിച്ചൊഴിക്കുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കറിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ കരിഞ്ഞു പോവരുത്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോവും വേണം. അപ്പോൾ കരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ടുണ്ട്. അതിന് മുന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് കേട്ടോ. അപ്പോൾ വെള്ളയപ്പവും കടലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ വെള്ളയപ്പത്തിൽ ഈസ്റ്റ് ഒന്നും ചേർത്ത് അരക്കൂല കേട്ടോ. അതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. തേങ്ങയും ചോറും ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ അധികം കുട്ടികൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ അവർ ഈ ഒരു വെള്ളയപ്പവും കടലക്കറിയും തന്നെയാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാ ഞാൻ അവരെ ലഞ്ച് ബോക്സിലേക്ക് വെള്ളയപ്പവും കറിയോ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ അവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം തമിയും അപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവനെ എന്നിട്ട് കളിപ്പിക്കുന്നതാണ് കേട്ടോ അങ്ങനെ പോകുന്നത്. അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം തമിയും ആപ്പും അവരെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പം നമ്മൾ കുട്ടികളെ ചെറുപ്പം മുതലേ അവരെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ആ ഒരു ട്രെയിനിങ് അവർക്ക് കൊടുക്കുക കേട്ടോ. ചെറുപ്പം മുതലേ അവരിൽ ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ അവരെ ടൈം ടേബിളൊക്കെ എടുത്തു വെപ്പിച്ച് ശീലിപ്പിക്കുക. അതുപോലെ തന്നെ അവരെ യൂണിഫോമൊക്കെ അവരെ കൊണ്ട് തന്നെ തേപ്പിക്കുക കേട്ടോ. ആദ്യമൊന്നും അവർക്ക് ചെയ്യുന്നതൊന്നും റെഡി ആയിട്ട് വരണം എന്നില്ല. പിന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തു വരുന്തോറും ആണല്ലോ റെഡി ആയിട്ട് വരിക. അപ്പോൾ ചെറുപ്പം മുതലേ കുട്ടികൾ അങ്ങനത്തെ ശീലങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ അവർ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ ഉള്ള ഒരു കാര്യമാണ് നേരത്തെ കണ്ടത്. അപ്പം ആദ്യം തന്നെ വേഗം അടിച്ചു വാരി തുടക്കലാണ് കേട്ടോ. അത് കഴിഞ്ഞ് അടുക്കളയും പാത്രങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഉള്ള പാത്രങ്ങൾ കഴുകി വെക്കുന്നതുകൊണ്ട് അവസാനം ഒരുപാട് പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയും ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 8:45 ആകുമ്പോഴാണ് കേട്ടോ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഇതാ സുബൈർക്ക് 10:15 സുബൈർക്കും പോവുകയാണ്. അപ്പോഴത്തേക്ക് എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം ഫ്രഷ് ആവൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ സുബൈർക്ക് പോയതിന് ശേഷം എൻ്റെ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചോറും കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാവുന്ന സമയത്ത് അധികം ചോറ് വെക്കാനൊക്കെ ഒരു മടിയായിരിക്കുമേ. അപ്പോൾ കുട്ടികൾ വൈകുന്നേരം വരുന്ന സമയത്ത് അവർക്കും ചോറ് കഴിക്കണം എന്നൊന്നുമില്ല കേട്ടോ. അവർക്കും അധികം ചോറ് കഴിക്കുന്നത് അവർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് വൈകുന്നേരം വരുന്ന സമയത്ത് എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളോ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. പിന്നെ രാത്രി ചപ്പാത്തിയോ പുട്ടോ
അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് ഇന്ന് ചോറും കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വൈകിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ ഇതാ എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു സമയത്ത് എഡിറ്റിങ്ങോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.